ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഭാഗ്യ വചനധാരയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 18-ാം സങ്കീർത്തനം 28-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. കയ്യിൽ ഒരു റാന്തൽ വിളക്കുമായി വന്ന് ഒരു ഭവനത്തിന്റെ വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ ചിത്രം ഒരുപക്ഷെ നാം ഒക്കെയും കണ്ടിട്ടുള്ളതായിരിക്കും. ആ ചിത്രകാരൻ ഇപ്രകാരം അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്: നമ്മുടെയൊക്കെയും ഹൃദയവാതിൽ ക്രിസ്തു ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഒന്ന് തുറന്നു തന്നാൽ ക്രിസ്തു ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അന്ധകാരമായിരിക്കുന്ന നമ്മുടെ ഹൃദയത്തെയൊക്കെയും തൻ്റെ കയ്യിലുള്ള പ്രകാശം കൊണ്ട് ക്രിസ്തു പ്രകാശിപ്പിക്കുകയും ചെയ്യും. വിശുദ്ധ മാമോദീസ കൂദാശയിൽ നാം ധാരാളം നൽവരങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. പാപമോചനത്തിന്റെ നൽവരം, വീണ്ടും ജനനത്തിന്റെ നൽവരം, പുത്രസ്വീകാര്യത്തിന്റെ നൽവരം, ആദാമിന് ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ മഹത്വ വസ്ത്രം വീണ്ടും പ്രാപിക്കുന്നു എന്ന നൽവരം, ആദാമിന് ചെന്നെത്തുവാനായിട്ട് സാധിക്കാതെ പോയ ജീവവൃക്ഷത്തിന്റെ ഫലം, അതായത് വിശുദ്ധ കുർബാന ഭക്ഷിക്കുവാനുള്ള അവകാശത്തിന്റെ നൽവരം. അങ്ങനെ ധാരാളം നൽവരങ്ങൾ വിശുദ്ധ മാമോദീസ കൂദാശയിലൂടെ നാം പ്രാപിക്കുമ്പോൾ അവിടെ എടുത്തു പറയേണ്ട ഒരു നൽവരമാണ് പ്രകാശപുത്രനായി തീരുക അഥവാ പ്രകാശപുത്രിയായി തീരുക. വിശുദ്ധ മാമോദീസ കൂദാശയിലെ പ്രാർത്ഥനയിൽ പലകുറി ഉരുവിടുന്ന ഒരു പ്രയോഗമാണ് പ്രകാശപുത്രനായി തീരുക അഥവാ പ്രകാശപുത്രിയായി തീരുക എന്നുള്ളത്. വിശുദ്ധ മാമോദീസ കൂദാശ വഴി ഈ പ്രകാശത്തെ നാം സ്വീകരിക്കുമ്പോൾ, ക്രിസ്തുവാകുന്ന പ്രകാശത്തെ നാം സ്വീകരിക്കുമ്പോൾ അത് നിലനിർത്തിക്കൊണ്ടു പോകുക, ക്രിസ്തുവിനെ ഉള്ളിൽ എക്കാലവും വഹിക്കുക എന്നത് നാം ഒക്കെയും പാലിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തമാണ്. പക്ഷേ ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ പാപപങ്കിലമായ പല സ്വാധീനങ്ങളും നമുക്കുണ്ടാകുമ്പോൾ വിശുദ്ധ മാമോദീസയിൽ നാം പ്രാപിക്കുന്ന ഈ പ്രകാശം എവിടെയൊക്കെയോ മങ്ങി വരുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിപ്പോകുന്നു. ഈ പ്രകാശം കെട്ടുജീവിക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട് എന്നത് ഒരു വാസ്തവമായ കാര്യമാണ്. എങ്കിൽ പോലും ക്രിസ്തു വാഞ്ചയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ ഉള്ളിലേക്ക് വീണ്ടും ഒന്ന് പ്രവേശിച്ച് മങ്ങിപ്പോയ അഥവാ കെട്ടുപോയ നമ്മുടെ ആ പ്രകാശത്തെ വീണ്ടും പ്രകാശിപ്പിക്കുവാനും ജ്വലിപ്പിക്കുവാനുമായിട്ട് ക്രിസ്തു കാത്തിരിക്കുകയാണ്. നമ്മുടെ ഹൃദയവാതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചുങ്കക്കാരനായ സക്കായിയുടെ കഥ വിശുദ്ധ ലൂക്കോസ് എവങ്കലിസ്ത എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൽ ആ സംഭവ കഥ നാം വായിക്കുന്നുണ്ട്. സക്കായി ഒരിക്കലും ക്രിസ്തുവിനെ ചെന്ന് ക്ഷണിച്ച് തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നില്ല ചെയ്തത്. മറിച്ച് ക്രിസ്തുവിനെ കാണുവാൻ മാത്രമാണ് സക്കായി ആഗ്രഹിച്ചത്. നീളം കുറഞ്ഞവനായിരുന്നത് കൊണ്ട് തന്നെ ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറി ഇരുന്നു കൊണ്ട് ക്രിസ്തുവിനെ കാണുവാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ക്രിസ്തുവാണ് ആ കാട്ടത്തിയുടെ താഴെ വന്നിട്ട് സക്കായി ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ കൂടെ ഭവനത്തിൽ താമസിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞത്. സക്കായി തിടുക്കത്തിലിറങ്ങി സന്തോഷത്തോടുകൂടെ ക്രിസ്തുവിനെ സ്വീകരിച്ചു. തൻ്റെ ഹൃദയ വാതിലിൽ മുട്ടിക്കൊണ്ടിരുന്ന ക്രിസ്തുവിന് സക്കായി ആ വാതിൽ ഇങ്ങനെ തുറന്നു കൊടുക്കുകയാണ്. തൻ്റെ ഭവനത്തിലേക്കും ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന അതുപോലെ തന്നെ തൻ്റെ ഹൃദയത്തിലേക്കും ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണ്. അതോടുകൂടെ സകല പാപ മാലിന്യങ്ങളും സക്കായിയുടേത് കഴുകി വെടിപ്പാക്കപ്പെടുകയാണ്. ചില അജ്ഞതകളൊക്കെയും സക്കായിയുടെ ഉള്ളിൽ നിന്ന് നീങ്ങുകയാണ്. അങ്ങനെ സക്കായി പറയുകയാണ്: എനിക്കുള്ളതിൻ്റെ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. അന്യായമായി ഞാൻ എന്തെങ്കിലും അപഹരിച്ചിട്ടുള്ളത് 1/4 വീതം മടക്കി കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഒന്നോർത്താൽ ധനം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി വീതിച്ചു കൊടുക്കുവാനായിട്ട് സക്കായി തയ്യാറാകുകയാണ്. ക്രിസ്തു തൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ, തൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ചില അജ്ഞതകളൊക്കെയും സക്കായിയുടേതങ്ങ് നീങ്ങിപ്പോയി. ഈ പണം സമ്പാദനമല്ല ജീവിതം എന്ന വലിയ ഒരു തിരിച്ചറിവിലേക്ക് സക്കായി വരികയാണ്. അങ്ങനെ തൻ്റെ ധനം മുഴുവൻ എടുത്ത് ദാനം ചെയ്യുവാനായിട്ട് സക്കായി തയ്യാറാകുകയാണ്. ക്രിസ്തു ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇപ്രകാരം നമ്മുടെ ഉള്ളിലെ ചില അജ്ഞതകളൊക്കെയും നീങ്ങിപ്പോവും, ചില പാപ മാലിന്യങ്ങളൊക്കെയും നീങ്ങിപ്പോവും. പിടിച്ചിരിക്കുന്ന കുറെ കറകളൊക്കെയും നീക്കം ചെയ്യുവാനായിട്ട് സാധിക്കും. ഒരു ഉൾത്തെളിവിലേക്ക് നാം വരുവാനായിട്ട് ഇടയായി തീരും. സി രാധാകൃഷ്ണന്റെ ഒരു കഥയുണ്ട്. ദരിദ്രനായ ഒരു കൗമാരക്കാരൻ
അവൻ തൻ്റെ പട്ടിണി നിമിത്തം അവിടെ ഉണ്ടായിരുന്ന ഒരു തറവാട് വീട്ടിലെ കുറെ മാവിന്മേല് പഴുത്തു കിടന്ന മാങ്ങ ഒക്കെയും കല്ലെറിഞ്ഞ് വീഴ്ത്തി അത് ഭക്ഷിക്കുവാനായിട്ട് തുടങ്ങി. അത് കണ്ട ആ തറവാടിന്റെ കാര്യസ്ഥൻ അവനെ ബന്ധനസ്ഥനാക്കിക്കൊണ്ട് ആ വീട്ടുടമസ്ഥന്റെ മുൻപിൽ കൊണ്ട് നിർത്തി. ആ വീട്ടുടമസ്ഥൻ അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത് നീ ഇനിയും ആവർത്തിക്കുമോ എന്നതാണ്. അവൻ പറഞ്ഞു, വിശന്നാൽ ഞാൻ ഇനിയും ഇത് ആവർത്തിക്കുമെന്ന്. അവൻ 50 അടി ശിക്ഷ കൊടുക്കുവാനായിട്ട് ആ വീട്ടുടമസ്ഥൻ കൽപ്പിക്കുകയുണ്ടായി. ഇതൊക്കെയും അറിഞ്ഞ് ജനങ്ങളൊക്കെയും ഓടി കൂടുകയും അവിടെ അവരുടെയൊക്കെയും മധ്യത്തിൽ വെച്ച് 50 അടി അവന് നൽകുകയും ചെയ്തു. ഇതിൽ നാണം പൂണ്ട ആ കൗമാരക്കാരൻ എവിടെ നിന്നൊക്കെയോ കിട്ടിയ കുറച്ച് പണം കൊണ്ട് ആ നാട് വിട്ട് പോകുവാനായിട്ട് ഇടയായി തീർന്നു. 2 വർഷത്തിന് ശേഷം അവൻ്റെ അമ്മയ്ക്ക് അവനൊരു ഫോൺ കോള് വിളിക്കുകയുണ്ടായി. ഞാനിപ്പോൾ ദുബായിലാണ് എന്നും പറഞ്ഞായിരുന്നു ആ കോള്. വീണ്ടും ഒരു 16 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് അവൻ നാട്ടിലേക്ക് തിരികെ വരുന്നത്. അന്ന് അവനൊരു ധനികനായി നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ നായർ തറവാടും ആ പറമ്പും മാവും എല്ലാം വിൽക്കുവാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇവൻ ആ സ്ഥലം മുഴുവൻ വാങ്ങിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നിട്ട് അവൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാ മതിലും പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചു, ആർക്കും എതിലെ വേണമെങ്കിലും പ്രവേശിക്കാം, ഏത് മാവിലും കല്ലെറിയാം, എത്ര മാങ്ങ വേണമെങ്കിലും പറിച്ച് ഭക്ഷിക്കാവുന്നതാണ്. സാധാരണ മനുഷ്യർ ചെയ്യുന്നതിലും വിപരീതമായിട്ട് ഒരു പ്രവൃത്തി അവിടെ കണ്ടപ്പോൾ അത് വലിയ ചർച്ചാ വിഷയമായി. TV ചാനലിൽ നിന്ന് പോലും ഇന്റർവ്യൂമായിട്ട് അവൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. എന്നിട്ട് ഒരു ചാനലിലെ അഭിമുഖം നടത്തുന്നയാൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ഈ പരിസരം മുഴുവൻ അങ്ങ് അടച്ചു പൂട്ടിയിട്ട് ആർക്കും പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതിനെ അങ്ങ് നിങ്ങളുടെ മാത്രം സ്വത്താക്കി ഒതുക്കാതെ പോയത്? കാരണം 50 അടിയൊക്കെ നൽകി താങ്കൾ ഇവിടെ നിന്ന് വിട്ടുവെങ്കിൽ അപ്രകാരം ഒരു പ്രതികാരമല്ലേ അങ്ങ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ വ്യക്തി പറഞ്ഞു, ഞാൻ ചെയ്തത് ഒരു പ്രതികാരമാണ്. എനിക്ക് ലഭിക്കാതെ പോയ നന്മകൾ എൻ്റെ സമൂഹത്തിന് ലഭിക്കണം. ഇതാണ് എൻ്റെ പ്രതികാരം. 10-16 വർഷത്തെ പല ഇടങ്ങളിലായിട്ടുള്ള അവൻ്റെ ജീവിതം, അവൻ്റെ ഉള്ളിലെ ചില അജ്ഞതകളൊക്കെ നീങ്ങുവാനും ഒരു ഉൾത്തെളിവ് അവനുണ്ടാകുവാനും ഇടയായി തീർന്നു. ക്രിസ്തു പറയുന്നുണ്ടല്ലോ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. ക്രിസ്തുവാകുന്ന പ്രകാശത്താൽ നാം ഒക്കെയും പ്രകാശിപ്പിക്കപ്പെട്ടാൽ ഒരു ഉൾത്തെളിവ് നമുക്കുണ്ടാവും. നമ്മുടെ കറകൾ നീക്കപ്പെടും, നമ്മുടെ അജ്ഞതകൾ നീക്കപ്പെടും, നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെയും നീക്കപ്പെട്ട് വിശുദ്ധിയിലേക്ക് വരുവാനിടയായിത്തീരും. നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും ഒക്കെയും ദൈവ പ്രീതിക്ക് ഉതകുന്നതായി മാറ്റപ്പെടും. അതിന് ആവശ്യമായിട്ടുള്ളത്, അതായത് ക്രിസ്തു നമ്മുടെ ഉള്ളിനെ പ്രകാശിപ്പിക്കണമെങ്കിൽ ഒരു നിരന്തര ദൈവ സംസർഗം നമുക്ക് ആവശ്യമാണ്. വിശുദ്ധ വേദപുസ്തക ധ്യാനവും ദൈവ ആരാധനയും വഴിയാണ് ഈ ദൈവ സംസർഗം സാധ്യമായി തീരുന്നത്. ആ ദൈവ സംസർഗം വഴി ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കട്ടെ, നമ്മുടെ ഉള്ളുകളെ പ്രകാശിപ്പിക്കട്ടെ, സത്യജ്ഞാനത്തിലേക്കും അറിവിലേക്കും നമ്മെ നയിക്കട്ടെ, വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കട്ടെ. ദൈവ പ്രീതിക്ക് ഉതകുന്നതും സഭയ്ക്കും സമൂഹത്തിനും ഗുണപ്രദവുമായ ജീവിതവും നയിക്കുവാൻ ഇടയായി തീരട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം മഹത്വീകരിക്കപ്പെടുമാറാവട്ടെ.